ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുരിങ്ങക്കായ കൊണ്ടൊരു സാമ്പാറാണ്. ആദ്യം തന്നെ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനെ കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് നമ്മൾ പരിപ്പ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണോളം 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം സാമ്പാർ പൊടി കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ തേങ്ങ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണം മാറി കിട്ടണ വരെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സറി ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം നമ്മുടെ അരപ്പ് ഇട്ടിട്ട് നമുക്കത് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ 3 മുരിങ്ങക്കായ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കിയ ശേഷം അപ്പോൾ നമുക്ക് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിനി കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പരിപ്പ് എന്തായാലും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പരിപ്പ് വെന്തയിലേക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുത്ത് നമ്മൾ പാത്രം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ പുളിയുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്ന ശേഷം നമ്മൾ വഴറ്റി വെച്ച കഷ്ണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരണം. നല്ല രീതിയിൽ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതുകൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ കായപ്പൊടി ചേർക്കുമ്പോൾ സാമ്പാറിലേക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. നല്ല തിളച്ച് വരുന്ന സമയത്ത് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ സാമ്പാറിലേക്ക് കിട്ടും. അതിനാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സാമ്പാർ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ജീരകം, ഉലുവ, അതുപോലെ ചെറിയുള്ളി, കരിവേപ്പില ഇട്ട് നമ്മൾ സാമ്പാർ വറുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്